അങ്ങനെ റയൽ മാഡ്രിഡ് സാബി അലോൺസോനെ സാക്ക് ചെയ്തു. എന്തൊക്കെ മേളായിരുന്നു. എംബാപ്പെ, വിനീഷ്യസ്, റോഡ്രിഗോ, എൻട്രിക്, ഗൂളർ, വാൽവർഡെ ഇവരെല്ലാവരും കൂടി യൂറോപ്പ് ഭരിക്കുന്നൊക്കെയായിരുന്നു പറഞ്ഞു നടന്നിരുന്നത്. ആൻഡ് ആ ഒരു തിരി സീസൺ പകുതിയായപ്പോൾ തന്നെ കെട്ടു. സത്യം പറഞ്ഞാൽ സാബി അലോൺസോയ്ക്ക് ഒരു നല്ലൊരു ടീം തന്നെയാണ് കിട്ടിയിരുന്നത്. പക്ഷേ എന്തുകൊണ്ടോ അദ്ദേഹത്തിന് പ്രോപ്പറായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഇനി ലെവർകുസനിൽ തന്നെ സത്യത്തിൽ സാബി അലോൺസോ ഒരു വൺ സീസൺ വണ്ടറാണ്. കാരണം ആ ഒരു ഫസ്റ്റ് സീസണിലെ ഔട്ട്സ്റ്റാൻഡിങ് പെർഫോമൻസ് സെക്കൻഡ് സീസണിലോട്ട് ആയപ്പോൾ ഒരു ചെറിയ ഡിപ്പ് വന്നിരുന്നു. ആൻഡ് ആൻസലോട്ടിയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ സാബി അലോൺസോ റയൽ മാഡ്രിഡിൽ അത്ര സക്സസ്ഫുൾ അല്ല. ഫാബ്രിസിയോയുടെ റിപ്പോർട്ട് പ്രകാരം റയൽ മാഡ്രിഡ് ഇപ്പോൾ തേർഡ് ഡിവിഷൻ കോച്ചിനെയാണ് ഹെഡ് കോച്ചായിട്ട് അസൈൻ ചെയ്തിരിക്കുന്നത്, അൽവാരോ ആർബലോവ എന്ന് പറഞ്ഞിട്ടുള്ള. ആൻഡ് ഈ ഒരു അൽവാരോ ആർബലോവ 2018 മുതൽ ടീമിൻ്റെ കൂടെ ഉണ്ട്. ബട്ട് കോമ്പറ്റേറ്റീവ് ലീഗ്സിലോട്ട് വരുമ്പോൾ, അതായത് ടോപ്പ് 5 ലീഗ്സിലോട്ടൊക്കെ വരുമ്പോൾ എക്സ്പീരിയൻസ് വളരെ വളരെ കുറവാണ് ബാക്കി കോച്ചസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. ആൻഡ് ഈ ഒരു സീസൺ മിക്കവാറും റയൽ മാഡ്രിഡ് ഈ ഒരു കോച്ചിനെ വെച്ചിട്ടായിരിക്കും കണ്ടിന്യൂ ചെയ്യുക. ലെറ്റ്സ് സീ വാട്ട് വിൽ ഹാപ്പൻ.